പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പാ. UDF വിജയത്തിന് ഏറെ സഹായിച്ച് എന്ന് കരുതുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയ ആൾ ഉടൻ തന്നെ നമ്മൾ വീഡിയോ കോളിൽ വരുന്നതാണ്. അതിനു മുമ്പ് PC വിശ്വനാഥ് അദ്ദേഹത്തെ കാണും. ആ വീഡിയോ കോൾ അദ്ദേഹം ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞബ്ദുള്ള എന്ന വ്യക്തിയാണ്. കുഞ്ഞബ്ദുള്ളക്ക നമസ്കാരം. നമുക്കേ പാട്ട് വളരെ ഹിറ്റായല്ലോ. അപ്പോൾ ഒന്ന് കുഞ്ഞബ്ദുള്ളക്കയെ ഒരു അഭിനന്ദിക്കാൻ വേണ്ടി ഒരു നേതാവ് എൻ്റെ ഒപ്പം ഉണ്ട്. വേറെ ആരുമല്ല, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കുണ്ടറ MLA ആയിട്ടുള്ള PC വിശ്വനാഥാണ്. നമസ്കാരം. നമസ്കാരം കുഞ്ഞബ്ദുള്ളക്ക. ഞങ്ങൾ ഈ പാട്ട് എല്ലായിടത്തും കേട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ആളുകൾ ഉപയോഗിച്ചു. ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെ ഹിറ്റാണ്. അപ്പം ഇത് എഴുതിയ ആളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നമ്മളൊക്കെ അന്വേഷിക്കുമായിരുന്നു ഇത് ആരാണ് എഴുതിയത് എന്നുള്ളത്. അപ്പം ഇപ്പം പാട്ടുകൾ എഴുതുന്നുണ്ട്. ആ സമയത്ത് അപ്പം ഈ പാട്ട് എഴുതിയത് കുഞ്ഞബ്ദുള്ളക്കാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഈ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായി എന്ന് പറയും. ഈ പുതിയ കാലത്ത് വൈറലാവുകയാണല്ലോ. വൈറലായി, പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ വിഷയമായി നിൽക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി എത്താൻ ഈ പാട്ട് സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അല്ല എന്തായാലും അല്ല അതെ സന്തോഷം. എന്തായാലും പാട്ടല്ലെങ്കിലും ഇങ്ങനെ സ്വാഭാവികമായി തന്നെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണല്ലോ ഏതു പാട്ടും അത് വിജയിക്കുന്നത്. അപ്പം കുഞ്ഞബ്ദുള്ളക്ക എഴുതിയ പാട്ട് മനോഹരമായത് സംഗീതം ചെയ്തു സുഹൃത്തുക്കൾ. അത് നന്നായി പാടി ആലപിച്ച സ്നേഹിതൻ. നിങ്ങളെല്ലാം ഒരുമിച്ച് കാണണമെന്നുണ്ട്. പിന്നീട് നാട്ടിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെല്ലാം ഒരുമിച്ചൊന്ന് കണ്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വരണം. നമ്മൾ അന്നേരം അതിനൊരു അവസരം ഒരുക്കാം കേട്ടോ. അല്ല, കുഞ്ഞബ്ദുള്ളക്ക നേരത്തെ വിളിച്ചപ്പോ ഒന്ന് പറഞ്ഞല്ലോ MLA ഒന്ന് പാട്ടുപാടി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പം അദ്ദേഹം ഇതിൽ ശരിക്കും പാടിയ ആളെ പോലെ പാടാൻ നമുക്കറിയില്ല. എന്നാലും പറ്റണ പോലെ ഞാൻ നോക്കാം. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പാ. സഖാക്കളാണേ അയ്യപ്പാ, ലോഹം മാറ്റിയതാരപ്പ. സഖാക്കളാണേ അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. താങ്ക് യു കുഞ്ഞബ്ദുള്ളക്ക, താങ്ക് യു. നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ. വളരെ അദ്ദേഹം പാട്ട് എഴുതിയതിന് ശേഷം ഈ പാട്ട് പൈസയ്ക്കൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. സാധാരണ ഓരോ കോപ്പിറൈറ്റ് എത്ര ഇതിലാണ് 600ഓളം പാട്ടുകൾ മാപ്പിളപ്പാട്ട് തന്നെ എഴുതിയുള്ള ആളാണ്. നാദാപുരം സ്വദേശിയാണ്. തീർച്ചയായും എനിക്ക് എന്തായാലും അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടാനൊരു അവസരം ഒരുക്കിയതിന് മീഡിയ വണ്ണിന് നന്ദി. കാരണം ഒരു ആശയം ആളുകളിലേക്ക് എത്തുക എന്നിടത്താണ് ഒരു പാട്ട് വിജയിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ഗാനം എഴുതുകയും അത് കേരളത്തിൽ എല്ലായിടത്തുമുള്ള ആളുകൾ എത്തുകയും ഇപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വന്ന ഒരു പ്രധാന രാഷ്ട്രീയ വിഷയത്തെ സജീവമാക്കി നിർത്തുകയൊക്കെ ചെയ്യുന്നത്
അതും അതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു പല വിഷയത്തിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അതുപോലുള്ള മീഡിയ പലപ്പോഴും ചർച്ച ചെയ്യുന്നതും അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ LDF വേറെ വിഷയമാണ്. പക്ഷേ ഈ ഒറ്റ പാട്ട് കൊണ്ട് ഇതിൻ്റെ ട്രെൻഡ് മൊത്തം മാറ്റാൻ കഴിഞ്ഞു. നന്നായിട്ട് അവർക്ക് അതിനെ ജനങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് എഴുതിയ ആളെയോ പാടിയ ആളെയോ സംഗീതം ചെയ്ത ആളുകൾ അവരൊക്കെ അറിയപ്പെടേണ്ടവരാണ്, അനുഗ്രഹീത കലാകാരന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ഒരു പറ്റുന്ന അവസരത്തിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ആദരിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. അതിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും മീഡിയ വൺ ഇപ്പോൾ വീഡിയോ കോൾ വിളിച്ചതോടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞബ്ദുള്ളാക്ക എഴുത്തുകാരനാണ്. അദ്ദേഹം 600ഓളം മാപ്പിളപ്പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ടൂണിൽ വളരെ മനോഹരമായി എഴുതിയ പാട്ടാണ് ഇത് ട്രെൻഡായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ വിളിച്ചതിനും ഈ സംഗീതത്തിനും എഴുതിനും പാടുന്നതിനും പിന്നണിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആദരിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇമ്രാൻ അൻസാരിക്കൊപ്പം D. ധനസുമോത്, മീഡിയ വൺ, ഡൽഹി.